ഞാൻ ഒരു തീണ്ട് ഇവിടെ തൂക്കണം, തുടയ്ക്കണം, അലക്കണം, വിരിക്കണം. ദൈവമേ, ഈ വീട്ടിലെ പണി എടുത്തെന്നെ നാട്ടിൽ ഒടിഞ്ഞ്. എന്നാ അങ്ങനല്ലേ എന്തെങ്കിലും ഒരു കൈ സഹായം ചെയ്യത്തില്ല. എന്താ മൂടി പതിച്ച് കിടന്ന് ഉറങ്ങുക? മൂട്ടിലെ വെയിലടിക്കാണ്ട് ഇനി പുറത്തോട്ട് വരത്തില്ല. ഇതൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവും ഇല്ല. ഇത് ആരെടുത്താ പറയുന്നത്? അല്ലെ ആ കുരിപ്പ് വിചാരിക്കണം, ഞാൻ ഇപ്പം 3ാം ക്ലാസ്സിലാന്ന്, ഞാൻ എൻ്റെ അമ്മേനൊന്ന് സഹായിക്കണം. അമ്മ പാവണ്ട, എന്തെങ്കിലുമൊക്കെ ഒന്ന് അമ്മയ്ക്കൊന്ന് കാണിച്ചു കൊടുക്കണം എന്ന് വിചാരിക്കണ്ടേ? ഒരു കാര്യവുമില്ല. ഇനി ഞാൻ തന്നെ പോയി കുളിച്ച് ഒരുക്കി സ്കൂളിൽ പറഞ്ഞു വിടണോ? നിങ്ങളൊക്കെ വീട്ടിലിങ്ങനെ ഇതെന്തൊരു വിധിയാ ദൈവം എനിക്ക്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും എനിക്ക് കെട്ടിയല്ലേന്ന്. കെട്ടിയാൻ ഓന്റെ കാര്യം കേൾക്കും പെരുത്ത് കേറെങ്കി അറിയോ? എന്നെയും കൊച്ചിനെ കളഞ്ഞിട്ട് 4 കൊല്ലം നാട് വിട്ടു പോയേക്കാ. താമസമൊക്കെ മഹാഭാവി വൃത്തിയിട്ടാൻ. അല്ലേ ഞാൻ എന്തിനാണ് ഇപ്പൊ അതൊക്കെ ആലോചിച്ച് നിൽക്കുന്നത്? ഓൻ എയിലൂടി പോയാൽ എനിക്ക് എന്താ? ഈ ജലജയെ 4 കൊല്ലമായിട്ട് ഈ വീട്ടിൽ ഒറ്റയ്ക്കാ. ഒറ്റയ്ക്ക്, മനസ്സിലായാ? ഇതൊരു ഹിന്ദല്ല കേട്ടോ. ആരെയും വിളിക്കുന്നേ? ഹലോ ചേച്ചി, എല്ലാന്റീനും വിജീഷാണേ. അയ്യോ വിജീഷ്, വിജീഷ് കൊച്ചാശുപത്രിയിലായിരിക്കും. അറിഞ്ഞില്ലേ? കൊച്ചാശുപത്രിയിലാണോ? ചേച്ചി എല്ലാ മാസം വിളിക്കുമ്പോ കൊച്ചാശുപത്രി, അവിടുത്തെ ഡോക്ടറിനെക്കാളും എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ചേച്ചി ചേച്ചിയുടെ കൊച്ചിന്. വിജീഷ് കണ്ണു ചോരല്ലേ? 8 മാസമായിട്ടല്ലേ ഉള്ളു വിജീഷ്? 8 മാസം ചേച്ചി, എനിക്ക് മേളിൽ നല്ല പ്രഷറുണ്ട് ചേച്ചി. അയ്യോ 4 വർഷമായി വിജീഷ് എന്റെ ഭർത്താവ് ഇവിടുന്ന് പോയിട്ട്. ചേച്ചി അതും ഈ അമ്മയും തമ്മിൽ എന്താ ചേച്ചി ബന്ധം? എനിക്ക് ബന്ധമില്ലായിക്കോടോ, എനിക്ക് ബന്ധമുണ്ട്. കാരണം പോയത് എന്റെ ഭർത്താവാണ്. എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, മനസ്സിലായോ? ചേച്ചി ഈ അമ്മ അടയ്ക്കാൻ നോക്കി ചേച്ചി. ഞാൻ എന്നോട് വേറെ ഒരു കാര്യം ചോദിക്കട്ടെ മോനെ, ഒരു 500 ഉറുപ്പിക എനിക്ക് ഗൂഗിൾ പേ ചെയ്തു തരുമോ? ചേച്ചി കഴിഞ്ഞ മാസം ചേച്ചിയുടെ അമ്മ ആശുപത്രിയിലാന്ന് പറഞ്ഞ 1500 രൂപ ഞാൻ ലേറ്റ് തന്നത്. എടങ്ങി ഒന്ന് കേക്ക. ഈ 1500 ഉറുപ്പിക 500 ഉറുപ്പിയും കൂടി EMI ഞാൻ അങ്ങ് തരാൻ നിക്ക്. കാര്യം ചെയ്യട്ടെ, ഞാൻ അവിടുത്തെ റേഷൻ കാർഡിൽ എന്റെ പേര് ഇറക്കാമോ? അതേനു അതും കൂടെ അല്ലേ ബാക്കിയുള്ളൂ. ഞാനല്ലേ ഇപ്പൊ ആ വീട് നോക്കുന്നത്. ഹലോ എടങ്ങി, എങ്ങനെങ്കിലും ഒന്ന് 500 ഉറുപ്പിക ഇങ്ങി ഇടോ. 500 വെച്ച്. ഹലോ ഹലോ, കട്ടായി. അങ്ങനെയൊക്കെ കട്ടാക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ തേടുന്നെടുത്തിട്ട് കൊടുക്കാനാ? എനിക്കൊരു കുഴപ്പമില്ല. അല്ല മോളെ, ഇനി ഇത് എണീക്കുന്നുണ്ട് അവിടുന്ന്? എന്തൊരു സ്വഭാവം ഇത്? ഹലോ, ശരിയാണ്, ഈ അജേഷ് വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ്. എന്നും പറഞ്ഞ് തേള് കടിച്ചെന്ന് പറഞ്ഞ് ഞാൻ എങ്ങനെ ഒരു ഇൻഷുറൻസ് പാസ്സാക്കും? ചിന്തിക്കും. തേള് കടിക്ക് ഇൻഷുറൻസ് ഇല്ല, പഴുതാരനെ കൊണ്ട് കടിപ്പിക്കുന്നോ? എടാ നീ ആദ്യം ശുദ്രജീവികളായിട്ടുള്ള കൂട്ടുവിട്, അപ്പൊ നീ രക്ഷപ്പെടും കേട്ടോ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്, അതുകൊണ്ടാണ് എങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തരുത്. ശരി, ഇപ്പൊ ഇത് തന്നെയാണോ വീടെന്ന് ആർക്കറിയാം? ഹലോ ഹലോ, എന്റെ പൊന്നു മോനെ, ഇവിടെ ഒരു സാധനവും ഇല്ല. വേണ്ട. എന്നോടാണോ? അല്ലാണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ഇന്ന് പറയാൻ ഭ്രാന്തുണ്ടോ? ആരാന്ന് വിചാരിച്ചിട്ടാ? നീ സേവനന്റെ ആളല്ലേ? സേവനന്റെ ആളോ? വെള്ളപ്പൊക്കത്തിന്റെ ആളാ? വെള്ളപ്പൊക്കത്തിന്റെ ആളോ? ഇവിടെ വെള്ളപ്പൊക്കത്തിന് ദുരിതാശ്വാസം മറ്റേ തുണിയൊക്കെ എടുക്കാൻ വരുന്നിടത്തുണ്ടല്ലോ. ഞാൻ ഓണത്തിന് പോലും ഒരു തുണി എടുക്കാറില്ല, പിന്നെയാണ് വെള്ളപ്പൊക്കത്തിന് തുണി. അതിനെന്താ ചേച്ചി, ഞാൻ അജേഷ്. ഇതാണോ ചന്ദ്രന്റെ വീട്? ചന്ദ്രന്റെ പേര് മാറിയുടെ പേര് ഇവിടെ മിണ്ടി പോർന്നിങ്ങി. അതിന് ഇവിടെ നിരോധിച്ചേക്കുവാണോ പേര്? ഞാൻ നിരോധിച്ചതാ. നിനക്ക് ചന്ദ്രന്റെ വല്ല കാര്യം അറിയണ്ടേ? ചന്ദ്രന്റെ അടുത്ത് പോയി ചോദിക്കണം. ഇത് ജലജന്റെ വീടാ, ജലജന്റെ. മനസ്സിലായ? ഇത് ചെയ്യാനാന്ന് പറ. ഒരാഴ്ചയായിട്ട് ഞാൻ ഈ ചന്ദ്രന്റെ വീട് തപ്പി നടക്കുവാണ്. ഇവനൊരു സാധനം കൊടുക്കണോണ്ടാണ് ഞാൻ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നത്. കൊടുക്കണ്ടതോ? ഈ ചന്ദ്രൻ എന്ന് പറയണവൻ നമ്മുടെ കമ്പനി ജീവിച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞ കമ്പനി ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. 4 വർഷമായിട്ട് അവന്റെ ഒരു അറിവുമില്ല. പഞ്ചായത്ത് ചെന്ന് നോക്കിയപ്പോൾ അവിടെ അവന്റെ അറിവില്ല. അപ്പൊ ഇവൻ നോമിനി വെച്ചേക്കുന്ന ആൾക്ക് ഇവൻ ഇൻഷുറൻസ് തുക തിരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കയറി ഇറങ്ങി നടക്കുന്നത്. അയ്യോ, എത്ര പൈസ ഉണ്ടാവും? ഏകദേശം 20 ലക്ഷം രൂപ വരും. 20 ലക്ഷം? ഞാൻ ചോദിക്കട്ടെ, നോമിനി ആരാ? നോമിനി ജലജ പി. ഈ ജലജ പീന് പോയോ? എന്നാ പറ്റി ചേച്ചി? എന്റെ പൊന്നു മോനെ, ഒന്നും പറ്റിയതല്ല. എന്റെ ചന്ദ്രേട്ടന്റെ കാൽപാത് പതിഞ്ഞ മണ്ണിൽ ഞാൻ ഉമ്മ വെക്കുക. നിങ്ങൾ ഉമ്മ വെക്കോ വാരത്തിനോ എനിക്കറിയേണ്ട കാര്യമില്ല. നിങ്ങളാണോ ഈ ജലജാപ്പി എന്ന് പറഞ്ഞാണ്? ഞാനാ ജലജ. അപ്പൊ നിങ്ങളുടെ അക്കൗണ്ടിലേക്കായിരിക്കും 20 ലക്ഷം രൂപ ക്രെഡിറ്റ് ആവുന്നത്. ഈ 20 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുമ്പോൾ എന്നെ കാണേണ്ട രീതി കാണണം.
അതല്ല കാണേണ്ട രീതി കാണണമെന്ന്. തിരുമണോ? ഞാനെന്താ ഉറുമ്പാണോ? 20 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വീഴുമ്പോ 1 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിൽ വീഴണം. 1 ലക്ഷം റുപ്യ ഇത്തിരി കൂടുതലാ. 4 വർഷം മുമ്പ് കാണാതായി ഈ ചന്ദ്രൻ പറഞ്ഞവനെ കൊന്നിട്ട് കത്തെന്നുള്ള രേഖ ഉണ്ടാക്കിയിട്ട് കമ്പനിയെ പറ്റിച്ചിട്ടാണ് ഇൻഷുറൻസ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്. കമ്പനിയുടെ കൂടെ നിൽക്കേണ്ട ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുവാണ്. മനസ്സിലായില്ലേ? റിസ്ക് എലവൻസ് ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഈ വർത്തമാനം പറയുന്നത്. ആയിക്കോട്ടെ എന്നാ ഒരു കാര്യം ചെയ്യാം. 1 ലക്ഷമെങ്കിൽ 1 ലക്ഷം ഡീല്. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ? നീ ചിരിക്കല്ലേ? ഞാൻ ചിരിച്ചാൽ നിങ്ങൾക്ക് എന്നെ പറ്റിക്കാനുള്ള ചാൻസ് കൂടും. എന്റെ അക്കൗണ്ടിൽ കാശ് വന്നിട്ടാണ് ഞാൻ ചിരിക്കണമെങ്കിൽ അക്കൗണ്ടിൽ കാശും കിടക്കും. ഞാനും നിങ്ങളും തമ്മിൽ നല്ല സൗഹൃദം ഉണ്ടാവും. ഈ അജേഷ് ഒരു കാര്യം ഏറ്റതാണ്. അതുകൊണ്ടാണ് ഈ പറയണത്. അല്ല ഞാൻ ചോദിക്കട്ടെ, അജേഷ് ഏതാ? ഞാൻ തന്നെ. ഹലോ, തേങ്ങ വീണാലൊന്നും ഇൻഷുറൻസ് തരാൻ പറ്റത്തില്ല. തലയിലായാലും എവിടെയായാലും തേങ്ങയ്ക്ക് ഇൻഷുറൻസ് ഇല്ല. ഇപ്പൊ അങ്ങനെ നോക്കാനാണെങ്കിൽ ഒരു കാര്യം ചെയ്യും. വീട്ടിൽ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉള്ള വണ്ടി വല്ലതും ഉണ്ടോ? അതുകൊണ്ട് ഹൈവേയിലിടും. എന്നിട്ട് ഇയാളെയും കൊണ്ട് അവിടെ കൊണ്ടിടും. പോലീസ് സ്റ്റേഷനിൽ ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. പിന്നെ ഇതൊക്കെ റെഡി ആക്കണമെങ്കിൽ അജേഷിന്റെ അക്കൗണ്ടിൽ വൈകുന്നേരത്തിനുള്ളിൽ 50,000 രൂപ ക്രെഡിറ്റ് ആവണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസും കിട്ടും. 50,000 രൂപ ക്രെഡിറ്റ് ആയി. ചേട്ടാ, ഹലോ, അജേഷാണ്. എന്തെങ്കിലും ലോണിന്റെ പരിപാടി ഉണ്ടെങ്കിൽ വിളിക്കണേ ചേട്ടാ. പെട്ടെന്ന് തന്നെ 50,000 രൂപ കിട്ടുമെന്ന് ഞാൻ ഓർത്തില്ല. അയാളെ കൊണ്ട് ഇട്ടോ, ഞാനത് റെഡിയാക്കിയേക്കാം. പോലീസിൽ ഞാൻ പറഞ്ഞു പറഞ്ഞത് ഹൈവേയിൽ വരും കേട്ടോ. സന്തോഷം ചേട്ടാ. ഞാൻ ആരെങ്കിലും തലയിൽ തേങ്ങ വരുവാണെങ്കിൽ വിളിക്കണേ. അജേഷിന്റെ നമ്പർ ഇതാണേ. ശരി ചേട്ടാ. നല്ല മനുഷ്യന്മാരും ഉണ്ട്, മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇതിന്റെ പരിപാടികളിലേക്ക് കിടക്കാം. എനിക്ക് കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു തരണം, മനസ്സിലായോ? എന്നാൽ മാത്രമാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ പൈസ ക്രെഡിറ്റ് ആവുള്ളൂ. അങ്ങനെയല്ലേ? ഈ ചന്ദ്രന് അച്ഛനും അമ്മയുണ്ടോ? ശരി, ഇതെന്തൊരു ചോദ്യാടോ? മൂപ്പര് പിന്നെ നിലം പൊട്ടി കയ്യത് അല്ല, നിലത്തുനിന്ന് ഇങ്ങോട്ട് കുഴിച്ചിങ്ങോട്ട് എടുക്കുന്നതാന്ന് തോന്നുന്നു. അതല്ല പറഞ്ഞത്. ചന്ദ്രൻ അച്ഛനും അമ്മയുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇൻഷുറൻസ് അവരുടെ അക്കൗണ്ടിലേക്കും പോകും. അച്ഛനമ്മയൊന്നുമില്ല, എന്നോ മരിച്ചു പോയതാ. ഞാൻ പോയതല്ലേ ചവടക്കിന്. ആണല്ലേ? കുഴപ്പമില്ല. ഈ ചന്ദ്രന്റെ ദേഹത്ത് വല്ല അടയാളോ കാര്യങ്ങളോ വല്ല ഉണ്ടോ? പുറത്തൊരു മറുകുണ്ട്. അതിപ്പോ ഉറുമ്പെടുത്ത് കാണൂലോ. എന്ത് പുറത്ത് മുറുക്കുണ്ടെന്ന് പറഞ്ഞു? പുറത്ത് മുറുക്കല്ല, പുറത്തൊരു മറുകുണ്ട്. ചന്ദ്രന്റെ സിബിളിങ്സ് ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയൊക്കെ പെട്ടെന്ന് ചോദിച്ചപ്പോ ഞാനും ചന്ദ്രേട്ടനും ലാസ്റ്റ് കട്ടില്. ചന്ദ്രന് സഹോദരങ്ങളുണ്ടോ? വല്ലൊന്ന് വിളിച്ചു പറഞ്ഞാണെങ്കിൽ വ്യക്തമായിട്ട് പറയണ്ടെങ്കിൽ മനസ്സിലായില്ല കേട്ടോ. എന്താ ഇത്? അയ്യോ എന്റെ പഠിച്ചോനെ. അയ്യോ, അത് പേപ്പർ തീർന്ന്. പിടിച്ചു നിർത്തിക്കൂടെ? അയ്യോ, എന്തുവാ ഇത്? ഇതെല്ലാം ഇതിന്റെ വേണ്ടപ്പെട്ട പേപ്പറുകളാണ്. ആണോ? ഇതില് ഒപ്പിട്. കഞ്ഞിവെള്ളത്തിലാന്നോ അതോ നാരങ്ങ വെള്ളത്തിലാന്നോ ഉപ്പിടാൻ പറഞ്ഞ്? അല്ല പെണ്ണുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ലാഭം ഉണ്ടോ? അല്ല, ലാഭം ഒന്നുമില്ല, വെറുതെ ഒന്ന് കൈ. എന്തിനാണ് ഈ കേറാത്ത തമാശ പറഞ്ഞിരിക്കുന്നത്? ഒപ്പിടാൻ നോക്ക്. ഈ കാശ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുമ്പോഴേക്കും ദൂരത്തടിച്ച് ചെലവാക്കരുത്. നിങ്ങളൊക്കെ പ്രായക്കുറവാണ്. ഒരുപാട് പേരെ അങ്ങനെ കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ തന്നെ പിന്നെയും പറയണത്. പിന്നെ 1 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിൽ കയറണം. ഈ ചിരിച്ചു കളിച്ചിരിക്കുന്ന അജേഷ് അല്ലാതെ വേറൊരു മുഖം കൂടി എനിക്കുണ്ട്. ഒപ്പിട്ടിക്കുന്നു. അമ്മോ, ഇതെന്താ ഇത്? കളത്തില്ലേ? 10 പേപ്പറിലും 10 ഒപ്പിട്ട് വെച്ചിരിക്കുന്നു. പെണ്ണുമുള്ള വേണ്ടത്. അത് ഞാനൊരു ഡിസൈൻ ഇട്ട നിങ്ങൾക്ക് ഇഷ്ടമല്ല, നിങ്ങൾ എടുത്തോളിയേ. ഒപ്പിന്റെ സൗന്ദര്യം മനസ്സിലായില്ലേ? വേറെ ഇട്ടിട്ട് എന്ത് കട്ടാ നോക്ക്. ഇനി വേറെ ഫോം കണ്ടുപിടിക്കണം. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞാൻ അവിടെ പോയിട്ട് വേറെ ഫോം ഉണ്ടാക്കണം. നിങ്ങൾ എടുത്തുണ്ടോ? ഞാൻ ഇവിടുന്ന് എവിടെ പോലല്ലേ പോരല്ലേ? ഇത് ഇവിടെ തന്നെ ഉണ്ടോ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ വേറെ ആളെ നോക്കും. അമ്മ അങ്ങനെ പറയല്ലേ. ഞാൻ ഇവിടെ നിൽക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും ഒന്നാക്കി വേഗം വരും. കമ്പനിനെ ചതിച്ചിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ തന്നെ പരിപാടിയാണ്. എല്ലാവരെയും വിളിച്ച് പറയരുത്. ഇല്ല, ആരോടും പറയൂല. പിന്നെയും വിളിക്കുന്നുണ്ടല്ലോ. ഞാനെന്റെ ചന്ദ്രേട്ടാ, ഉറുമ്പ് കടിച്ചാലൊന്നും ഇൻഷുറൻസ് കിട്ടില്ല. പാട്ടി, നീ ഇന്നലെ എന്നെ വിളിക്കണാണല്ലോ. എനിക്കറിയാൻ പാടില്ല തന്നെ ചോദിക്കുക. എന്റെ സ്വത്താണ്, എന്റെ മുത്താണ്, എന്റെ കഴിവാണ്. സ്നേഹം ഞാൻ വിചാരിച്ചില്ല. 20 ലക്ഷം പൊളിക്കും ഞാൻ. ഇതുപോലത്തെ ആളാണല്ലോ അത്. ആടപ്രാവേ വാ, ഒരു കൂട് കൂട്ടാൻ വാ, നീ വസന്തകാലം കൈനീട്ടി വരവേൽക്കയാണോ നീ മാടപ്രാവേ. നീ ആ ഫോട്ടോയിൽ ഉമ്മ കൊടുക്കുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്കൊരു കുഞ്ഞും കൂടി വേണമെന്ന്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വന്നതാണ്. നിങ്ങൾ എന്താ ഇവിടെ? ഓക്കെ അല്ലേ? നിങ്ങൾ എന്താ ഇങ്ങനെ? അതിപ്പോ എന്റെ അച്ഛനും അമ്മയോടും ചോദിക്കണം. എന്ത്?
ഞാൻ ഇങ്ങനെ എന്റെ ആയെന്ന്. അയ്യോ തേങ്ങാക്കൊല, നിങ്ങൾ എന്താ ഇപ്പോ ഇവിടെ ഇങ്ങനെ? നീ തെലുങ്ക് പടത്തിൽ ഡബ് ചെയ്യാൻ പോകുന്നുണ്ടോ? ആ, ഞാൻ മലയാള പടത്തിലും കൂടെ ഡബ് ചെയ്യാൻ പോകുന്നു. നിങ്ങൾ എന്തിനാ മനുഷ്യ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അത് ശരി, ഞാനിപ്പൊ കെട്ടിയെടുക്കരുതായിരുന്നു. അപ്പൊ ആരെയാടി നീനകത്ത് കയറ്റി ഒളിപ്പിച്ച് വെച്ചേക്കുന്നേ? ചെവിക്കല്ല് ഞാൻ അടിച്ചാൽ പൊളിക്കും കേട്ടല്ല. 4 കൊല്ലായിട്ട് തെണ്ടി തിരിച്ചിപ്പോ ഇങ്ങോട്ട് വന്നേക്കുക. ഞാൻ ഇവിടെ എങ്ങനെയാ ജീവിക്കുന്നത്? നിങ്ങൾക്ക് വല്ല അറിവുണ്ടോ? നീ എങ്ങനെയാ ജീവിക്കുന്നേ? മുണ്ട് മുറുക്കി കൊടുത്താ ഞാൻ ജീവിക്കുന്നത്. അതെന്തിനാ മുണ്ട് മുറുക്കി കൊടുത്തേ? ഇല്ല, അയിഞ്ഞോലേ. അതാണല്ലേ. അതാണ് അവിടുത്തെ പ്രശ്നം. എന്റെ പൊന്ന് മനുഷ്യ, നിങ്ങൾ എവിടായിരുന്നു 4 കൊല്ലന്ന്? 4 കൊല്ലത്തെ കാര്യങ്ങളല്ലേ പറയണ്ട? 4 നിമിഷം എനിക്ക് ആലോചിച്ച് പറയണ്ടായോ? 4-5 മിനിറ്റ് അങ്ങ് എടുക്കുന്നത്. ഇങ്ങോട്ട് പറ അങ്ങോട്ട്. സത്യം പറഞ്ഞാൽ നിന്നെയും കുഞ്ഞിനെയും പോറ്റാൻ വേണ്ടിയാണ് ഞാൻ ഇവിടുന്ന് പോയത്. വളരെ കഷ്ടപ്പെട്ട്, പക്ഷെ നടക്കുന്നില്ല എന്ന് കണ്ടപ്പോഴ് സത്യം പറഞ്ഞാൽ ഞാൻ വിഷമം കണ്ട ഞാൻ ആത്മഹത്യക്ക് വരെ ശ്രമിച്ചു. സത്യം. ഞാൻ പാലത്തിൽ കയറി താഴേക്ക് ചാടി, കാലൊടിഞ്ഞ്, കാര്യം വെള്ളമില്ലായിരുന്നു, മരിച്ചില്ല. ഞാൻ പിന്നെ റോഡിലിറങ്ങി ലോറിക്ക് മുമ്പിൽ കയറി നിന്ന് ഇടിച്ച്, പക്ഷേ ഞാൻ ചത്തില്ല. എന്റെ കൈ ഒടിഞ്ഞ് ഞാൻ പിന്നെ അവസാനം ആത്മഹത്യ പറ്റി മരത്തെ കയറി താഴോട്ട് ചാടി, പക്ഷെ കുരുക്കിടാൻ മറന്നുപോയി, മരിച്ചില്ല. ഞാൻ ചോദിക്കട്ടെ ചേട്ടാ, ഇപ്പൊ കുറവുണ്ടോ? എന്ത് കൃമികടി? നിങ്ങളെ കൃമികടിക്ക് കുറവുണ്ടോന്ന്? അല്ലാണ്ട് ആരെങ്കിലും പോയിട്ട് കൊമ്പത്തും മലതോ കയറി ചാടി ചാവോ? അല്ലേ? എന്നാലും ഞാൻ ചോദിക്കാം, 4-5 കൊല്ലായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് കയ്യും വീശി വന്നേക്ക ഒരു എളുപ്പമില്ലാണ്ട്. ഞാൻ കയ്യും വീശി വരുമോ നീ കരുതി? എടി ഇങ്ങോട്ട് വന്ന്. എന്തുവാ? ഞാൻ ഇവിടുന്ന് പോകുമ്പോ നമ്മുടെ മോക്ക് 1 വയസ്സാണ്. അവള് വളർന്നോടി? ഇല്ല, വളർത്തിയില്ല. അതുപോലെ തന്നെ എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾ വന്നിട്ട് വളർത്താന്ന് വിചാരിച്ചു. എടി ഒരു പെങ്കൊച്ചല്ലയോ, ഞാൻ കയ്യും വീശി വരുവോ? എന്റെ കുഞ്ഞിനെ കെട്ടിച്ചയക്കാനുള്ളതല്ലയോ? ഞാൻ അതുകൊണ്ട് എന്റെ കുഞ്ഞിന് മാല, വള, കമ്മല് ഒക്കെ വാങ്ങിയിട്ടാ വന്നത്. ഞാനങ്ങ് തെറ്റിദ്ധരിച്ചു പോയി. എനിക്കറിയാവില്ല, നിനക്ക് സ്നേഹമുള്ളതാണ്. പിടി. 4 കൊല്ലം കാണാണ്ട് പോയ പഴം കൊണ്ടുവന്നേക്കുന്നതാണ്. അമ്പലപ്പറമ്പിൽ 50 ഉറുപ്പിക്ക് 10 എണ്ണം കിട്ടുന്ന മുത്തുമാല. നിനക്ക് വിഷമായ? നിനക്കൊന്നില്ല എന്നുള്ള പരിഭവല്ലേ? നീ പറഞ്ഞല്ലോ പട്ടിണിയാണ് മുണ്ട് മുറുക്കി കൊടുത്തിരിക്കുന്നത്. നിനക്ക് പട്ടിണി കിടക്കാതിരിക്കാനുള്ള സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ബ്രെഡ്. എനിക്ക് വേണ്ട. അത് ശരി. അപ്പൊ ഇവിടെ ചിക്കൻ ബിരിയാണി മേടിച്ചു തരാൻ പുറത്ത് ചെറുപ്പക്കാരൊക്കെ ഉണ്ടല്ലേടി നിനക്ക്? നിങ്ങൾ വന്ന് കേറിപ്പോ തുടങ്ങിയ ഒരു തരത്തിലല്ലല്ലോ ഇത്. അടിക്കും. ചോണയുള്ള അച്ഛന്റെ മോളാണ് നീ അടിയടിയെ. മേല എന്റെ വീട്ടിൽ കയറി പോരുത്. നാണമില്ലല്ലോ. ആണാണെന്ന് പറഞ്ഞ് മൂക്കിന് താഴെ മീശ വെച്ച് നടക്കാനേ. ആ പറഞ്ഞ എനിക്ക് കൊണ്ടു കേട്ടോ. എന്നെ അടിച്ചു, പക്ഷെ എനിക്ക് നൊന്നില്ല. പക്ഷെ എന്റെ മനസ്സിലടിച്ചത് പറഞ്ഞു കേട്ടോ. ആണാണോ ഒന്ന് മീശം വെച്ച് നടക്കുന്ന എന്തിനാന്ന് ചേട്ടാ? നമ്മള് ആണുങ്ങൾ മീശം വെച്ച് നടക്കുന്ന എന്തിനാ? നമ്മൾ മൂക്കിപ്പൊടി വലിക്കുമ്പോ അത് വായിൽ വീഴാതിരിക്കാനില്ലേ നമ്മൾ മീശം കൊണ്ട് നടക്കുന്ന? ആണോ? അതൊക്കെ മനസ്സിലായില്ല. ഈ ഓഞ്ഞ കോമഡി ആർന്ന് അടിച്ച് ഉള്ള വരുമാനം കൂടി നിർത്തിക്കല്ലോടാ മഹാഭാവി. കൗണ്ടറുമായിട്ട് ഞാൻ വരുവടി. ഇങ്ങോട്ട് വന്ന കാല് ഞാൻ വിട്ടു. അവിടെ ഇരുന്നാ മതി. നിങ്ങള് ധൈര്യമായിട്ടൊന്ന് കയറി വെക്കുന്നാലേ. എന്റെ വീടാണ് അത്. പഞ്ചായത്തിൽ 4 സെന്റ് സ്ഥലവും വീടും എനിക്കും കൂടെ കിട്ടിയത്. അതിനകത്താണ് എവിടെ വേണം മോൾ കൂടെ കയറി താമസിക്കുന്നത് അല്ലേടി? പിന്നെ ആ കൊച്ചിന് എനിക്ക് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് കിട്ടിയതാണല്ലോ. നിങ്ങൾക്കൊരു പങ്കുമില്ലല്ലോ. ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് മതിയാ. എനിക്ക് പങ്കുണ്ടായിരുന്നോ? കിട്ടണം. എനിക്ക് ഉറപ്പായി. എന്തൊരു വിധി എന്റെ ദൈവമേ. എല്ലാവർക്കും കൊടുത്തിക്ക് ഓരോ ഭർത്താക്കന്മാരെ, എനിക്കും കിട്ടി. ഇങ്ങനെ കൂടെ പണങ്ങിയാൽ അങ്ങനെ നിനക്കറിയാവോ? അശോക ചക്രവർത്തി വരെ കുടുംബവും കുട്ടികളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ട്. അശോക ചക്രവർത്തിന്റെ ഭാര്യക്ക് സഹകരണ ബാങ്കിൽ EMI ഇല്ലായിരുന്നു. എടി നീ ഇങ്ങനെ പിടങ്ങാതെ. എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി. സത്യം പറഞ്ഞാൽ ഞാൻ എന്നെ കണ്ടെത്താൻ വേണ്ടിയുള്ള യാത്രയായിരുന്നു. കണ്ടെത്തിയോ? ചില ആൾക്കാർ എന്നെ കണ്ടെത്തി. അതോടെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാതെ അങ്ങനെ തിരിച്ചു വന്ന് ഇനിയിപ്പം നീയും കുടുംബവും കൊച്ചുങ്ങളും ഒക്കെ ആയിട്ട് സ്വസ്ഥമായിട്ട് എനിക്ക് ജീവിക്കണം. നമുക്ക് പിന്നെ ഒരു കുഞ്ഞും കൂടെ വേണ്ടേ? അജേഷ് ഒരു കാര്യമായിട്ട് ഏറ്റതാണ്. എന്നും പറഞ്ഞ് നീ മരംകുത്തിനെ കൊണ്ട് കൊട്ടിട്ടാ എങ്ങനെയാ പട്ടി ഞാൻ നിനക്ക് ഇൻഷുറൻസ് തന്നത്? മരംകുത്തിക്ക് ഇൻഷുറൻസ് ഇല്ലടാ, വെച്ചിട്ട് പോടായിരുന്നു. എന്ത് ചെയ്യാനാന്ന് പറ. രാവിലെ മുതലാവും കാട്ടി കയറിയിരിക്കുക. ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ ആരടി? ഇയാളെ വായി പഴമാണോ? ഞാൻ അജേഷ്. എന്റെ വായിൽ പഴമില്ല. എന്തടിയോ വന്നത്? മാറിക്കടോ. തന്നോടൊന്നും പറയേണ്ട കാര്യമില്ല.
ഇതാരേത്? അകന്നൊരു ബന്ധുവാ. ഇച്ചിരി അകന്നിരിക്കാൻ പറ. കാശ് കിട്ടുമെന്ന് പറയുമ്പോ ഇങ്ങനെ പറയാൻ നാണന്മാരെല്ലാം കയറി വരും. ആമാരോടൊന്നും സംസാരിക്കേണ്ട കാര്യം എനിക്കില്ല. പിന്നെ ഞാനൊരു കാര്യം പറയാം. ഇങ്ങനെ നമ്മൾ തമ്മിലുള്ള ബന്ധം നമ്മൾ തമ്മിൽ നിന്നാ മതി, വേറെ ആരോടും പറയേണ്ട കാര്യമില്ല. അവിടം വരെ എത്തിയ കാര്യങ്ങളെ പഴം പോലെ ഒരുത്തമ്പടെ നിപ്പോണ്ടടി. അതിപ്പോ മുന്നേ അങ്ങനെ തന്നെയല്ലേനോ, പഴംപോലെ തന്നെയാ നിക്കല്. ഈ അമ്മാവനോടൊന്നും അങ്ങ് മാറിയിക്കാൻ പറ. പിന്നെ ഒപ്പിട്ടാ പിന്നെ ഇതിനകത്ത് ഒരു പ്രശ്നവും ഇല്ല. അത് ശരി, രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിട്ട് ജീവിക്കാൻ വരെ തീരുമാനിച്ചല്ലടി. ഇയാൾ സമ്മതിക്കത്തില്ല. അയാളൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. എനിക്ക് വൈകുന്നേരത്തിനുള്ളിൽ നിർത്തിയിട്ട് വേറെ പരിപാടി നോക്കണ്ട. എന്താടി ശരിക്കും? എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. ഇവിടെ നിക്ക്. ലിപ് ലോക്ക് ചെയ്യണം. ആഗ്രഹമില്ലാഞ്ഞാണോ അവൻ അവിടെ ഇരിക്കുമ്പോ പിന്നെ എങ്ങനെ? ഒറ്റ അടി വെച്ചൊരു ലിപ്പ് ലോക്ക് ചെയ്യണം. നിങ്ങൾ ഒച്ച പുറത്ത് വരരുതെന്ന്. എന്റെ ലിപ്പ് ലോക്ക്? എന്ത്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന ആരെയും കണ്ടായിരുന്നോ? ആരും കണ്ടില്ല. പക്ഷെ ഞാൻ ജംഗ്ഷൻ വന്നിറങ്ങിയപ്പോ ഒരു പെണ്ണ് സ്കൂട്ടർ വന്നിട്ട് ലിഫ്റ്റ് വേണോന്ന് ചോദിച്ചു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. എന്താ ഓടിച്ച വരെ ലിഫ്റ്റ് അവിടെ കൊണ്ടുവെക്കാനാ? നാട് കണ്ടി നടന്നിട്ട് നിങ്ങൾക്ക് ഒരു പുരോഗമനം ഇല്ലാണ്ടായിപ്പോയല്ലോ മനുഷ്യ. ഞാനിപ്പോ ഒന്ന് പറയാം, നിങ്ങൾ മരിച്ച്. എന്തിനാണ് എന്നെ കൊല്ലുന്നത്? അയ്യോ എന്റെ പൊന്നു മനുഷ്യ, ആ പുറത്തിരിക്കുന്ന ആരാന്നറിയോ? ആരാ? അജേഷ്. നിങ്ങൾ ഇതിന്റെ മുന്നേ പണ്ട് അറിഞ്ഞോ അറിയാണ്ട് എങ്ങനെ ഒരു ഇൻഷുറൻസ് എടുത്തില്ലേനോ? എടുത്തായിരുന്നോ? എടുത്തായിരുന്നു. നിങ്ങൾ മരിച്ചതിന്റെ പേരിൽ എനിക്ക് 20 ലക്ഷം രൂപ കിട്ടുന്നതാ. 20 ലക്ഷം രൂപ കിട്ടും? നിങ്ങൾ ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കിട്ടത്തില്ല. ആ പൈസ കിട്ടിക്കഴിഞ്ഞ് ജീവിക്കോ ചാവോ എന്ന് പുല്ലെങ്കിലും എനിക്കറിയില്ല. 20 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഉറപ്പാണോ? കിട്ടുവോ? ഉറപ്പാ. നമുക്ക് പൊളിച്ചൂടെ? എന്നാ പിന്നെ ഇത് എടാ മക്കളെ, ഭക്ഷണം കഴിച്ചായിരുന്നോ? വാരിത്തരാൻ വല്ല ഉദ്ദേശമുണ്ടോ? അതെ, എനിക്ക് ഇങ്ങനെയുള്ള ചെറുപ്പക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. ഒരുത്തനെ കണ്ടുപിടിച്ച് കല്യാണം കഴിക്കണോ? വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെല്ലാരും ഉണ്ട്. ഉച്ചയായില്ലേ? കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകുന്നത് ഒറ്റ കാരണം കൊണ്ട്. ബൈക്കിലാണോടാ മക്കളെ വന്നത്? കപ്പലിൽ. ഇയാൾക്ക് എന്തൊക്കെ അറിയണോടോ? വന്നപ്പോ തുടങ്ങിയ അയാൾ ഓരോ കാര്യങ്ങളോ. 20 ലക്ഷം കിട്ടുന്ന കാര്യമുണ്ട്. അതെ, ഈ കാശ് ബാങ്ക് വഴിയാണോ വരുന്നത്? കടല് വഴി ഒഴുക്കിക്കൊണ്ട് വരും. ഇയാൾ ആരാണ്? ഇയാൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാൻ. ചേച്ചി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. രാവിലെ ഞാൻ ഇവിടെ കയറി വന്നപ്പോ നിങ്ങളുടെ ഭർത്താവ് വെറും നാറിയാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പരിപാടി മൊത്തം സെറ്റ് ചെയ്തത്. പിന്നെ പറയാനുള്ളത് ഞാൻ ആരുടെ മുഖത്ത് വെക്കാലും പറയും. ഈ തെണ്ടീനെ കുറിച്ച് ഞാൻ നാട്ടിൽ അന്വേഷിച്ചായിരുന്നു. ഇവനെ കുറിച്ച് എല്ലാവർക്കും അത് തന്നെ പറയാനുള്ളൂ. അങ്ങനല്ലെന്ന്. അങ്ങനെയൊന്നുമല്ല. എന്റെ എങ്ങാനും പെങ്ങളെ ഇവൻ കിട്ടിയെങ്കിൽ ഇവന്റെ വായിൽ പടക്കിട്ട് പൊട്ടിച്ചിട്ട് ഞാൻ മുളകോടി വാരി കൗട്ടിട്ട് ഞാൻ ഇവനെ കത്തിച്ചേനെ. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണ് ഈ ചന്ദ്രൻ എന്ന് പറഞ്ഞത്. എന്റെ പൊന്ന അജേഷ്, എനിക്ക് തലവേദന എടുക്കുന്നെങ്കിൽ നിർത്ത്. അവനെ കെട്ടിയതുകൊണ്ടാണ് നിങ്ങൾക്ക് തലവേദന. എന്നെ ഒന്ന് കെട്ടി നോക്കിട്ട് എന്നാ സുഖമായിരിക്കും. അല്ലേ മാവ? അകന്ന മാവ നിങ്ങളൊക്കെ കൂടിയല്ലേ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. 20 ലക്ഷം കിട്ടുന്നതായോണ്ടാണ് ഞാൻ അതുകൊണ്ട് പറഞ്ഞല്ല. എനിക്ക് നിങ്ങളൊക്കെ പ്രായക്കുറവാ. നമ്മളൊരു പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുമ്പോൾ ഇവനൊക്കെ എങ്ങനത്തെ ഉള്ളവനാ നോക്കണം. അല്ലെങ്കിൽ ഇതേപോലുള്ള ഫ്രോഡിനൊക്കെ കെട്ടിപ്പിച്ചു കൊടുത്തിട്ട് എന്നെ പോലുള്ളവന്മാര് വീട്ടിൽ വന്ന് ഇൻഷുറൻസ് ഒപ്പിട്ടെന്ന് വരും. മനസ്സിലായോ? കാര്യങ്ങൾ പറയുമ്പോ കൊഞ്ഞനെ കുത്തിയിട്ട് കാര്യമില്ല. അകന്ന മാമ മനസ്സിലായോ? ഇതിനകത്ത് ഒപ്പിടും. കൃത്യൊപ്പായിരിക്കണം കേട്ടോ. പിന്നെ ഒപ്പിടും ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്തുവാ? ഇനി അങ്ങനെ ആ നാറി ഇവിടെ കയറി വന്ന് അവനെ ഇവിടെ കയറ്റി താമസിപ്പിക്കരുത്. കാര്യം എന്നാന്ന് പറഞ്ഞാൽ കമ്പനീനെ പറ്റിച്ചു എന്ന് പറഞ്ഞ് 15 വർഷം അകത്ത് കിടക്കേണ്ടി വരും. നിങ്ങൾ മാത്രമല്ല, ഇതിന് കൂട്ടി വന്ന ഞാനും. 5 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ കമ്പനി ബോംബ് വെച്ച് ചേർക്കാൻ പറ്റും. അവിടെ ഇരിക്കുന്ന സെക്യൂരിറ്റി വലിക്കാനിരിക്കണതല്ല. നിങ്ങൾ ഇനി അവനോട് കൂട്ടുകൂടല്ല. ഇതിന്റെ ദൂഷ്യവശങ്ങൾ പറയാൻ എന്നാന്നറിയാമോ? തെറ്റ് ചെയ്യാതിരിക്കാനാ. ഇനി എങ്ങനെയാവുമ്പോൾ ഒരുപാട് കഞ്ഞിയിൽ ഇച്ചിരി വിഷം കലക്കി കൊടുത്തേക്ക്. ഇല്ലേ മാമ? എന്റെ എങ്ങാനും മുമ്പിൽ അവൻ വന്നാൽ ഞാൻ അവനെ തല്ലിക്കൊല്ലുമല്ലോ. ഞാനും ജയിലിൽ പോയില്ലേ. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാണ്ട് ഇങ്ങോട്ട് വാ. നിങ്ങൾ യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നല്ലേ, ഇത്തിരി അയിലക്കറിയും ചോറ് എടുക്കട്ടെ? വേണ്ട, എനിക്ക് കാര്യം പിടികിട്ടി. ചെയ്യത്തില്ല. പിക്ചർ കൂടുതൽ പിടിക്കും. ഇപ്പോഴാണ് ക്ലിയർ ആയത്. ഇനി 20 ലക്ഷം കൊണ്ട് ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല മക്കളെ. ജീവനാണ് വലുത്. മോനെ, 20 ലക്ഷം രൂപ കിട്ടുമ്പം എന്റെ കുഞ്ഞിനെ നന്നായിട്ട് പഠിപ്പിക്കുന്ന കാര്യം നീ അവനോടൊന്ന് പറഞ്ഞേക്കണേ. അത് പറഞ്ഞേക്കാം. ഓക്കെ, എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഞാൻ എന്നെ തന്നെ കണ്ടെത്താനുള്ള ഒരു യാത്രയാണ്. അത് ഇതേവരെ സാധിച്ചില്ലല്ലോ. അപ്പൊ സന്തോഷമായിട്ടിരിക്കട്ടെ. അതെ, എന്റെ ഒരു കവർ ഇവിടെ ഉണ്ടായിരുന്നു. അതും കൂടെ എടുത്തോട്ടെ. അതിനകത്ത് ഒരു സാധനം ഉണ്ടായിരുന്നു. നല്ല മനുഷ്യനല്ലേ? ആരാ അയാള്? കാണാണ്ട് പോയ എന്റെ ഭർത്താവ് ചന്ദ്രേട്ടനാ.